തോരനില്ലാത്ത സദ്യയില്ല. ഇനിയിപ്പോ പാചകം അറിയില്ലാച്ച കൂടി ആർക്കും ഉണ്ടാക്കാം. മനസ്സ് നിറഞ്ഞ അത്തമാശംസകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാബേജ് ക്യാരറ്റ് തോരൻ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഈ തോരൻ. ഒരു 5 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. കാബേജ് ഇത് എത്രയൊന്നും വേണ്ട, ഇതിന്റെ പകുതി മതി. അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കിലോ 500 ഗ്രാം. പിന്നെ 2 ക്യാരറ്റ്, കാബേജിനേക്കാൾ കുറവ് മതി ക്യാരറ്റ്. കാബേജിന്റെ മുകളിലത്തെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി പൊടിയായിട്ട് നുറുക്കാം. അപ്പൊ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് നുറുക്കണം എന്നില്ല, ചോപ്പറിൽ വെച്ചിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ക്യാരറ്റും തൊലി കളഞ്ഞ് നന്നായി കഴുകി കഷ്ണങ്ങളാക്കി ചെറുതാക്കി നുറുക്കണം. അപ്പൊ ഇതെല്ലാം പറഞ്ഞ പോലെ നല്ല പൊടിയായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തോരൻ അതുപോലെയുള്ള നാടൻ കറികളാവുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ സ്വാദ്, പ്രത്യേകിച്ച് സദ്യയിൽ. ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ ഉഴുന്ന്, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത്, 2 തണ്ട് കറിവേപ്പില. കടുക് നന്നായി പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കാബേജ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത്, എന്നാൽ തുറന്നു വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. അടച്ചു വെക്കണ്ട. നന്നായി വാടി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ച ക്യാരറ്റ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്നും കൂടെ ഇളക്കാം. തുറന്നു വെച്ച് വേവിക്കാം. നന്നായി വേവണ്ട, ഒരുവിധം വെന്ത് നന്നായി വലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർ ഇതിൽ നാളികേരപ്പീര ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. നാളികേരപ്പീര കൂടുതൽ ചേർക്കുമ്പോൾ തോരന്റെ അളവ് കൂടും. പക്ഷെ നമ്മളിപ്പോൾ നാളികേരം തന്നെയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്നും കൂടെ ഇളക്കാം. ഇത്രയേ ഉള്ളൂ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ്. ഇനിയിപ്പോൾ പാചകം അറിയണമെന്നും കൂടെ നിർബന്ധമില്ല, അല്ലാത്തവർക്കും ഉണ്ടാക്കാം. അളവുകളൊക്കെ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഈ ഓണത്തിന് നമ്മുടെ സദ്യയും കുറച്ച് കളർഫുൾ ആവട്ടെ. കളർഫുൾ ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നിങ്ങൾ ഇതുപോലെയല്ല വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം. അപ്പൊ മറ്റൊരു ഓണവിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.